പക്ഷപാതക്കാരനവിടുണ്ടായിരുന്നു. സ്തോത്രം. സത്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതുപോലെ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. നിന്റെ കിടക്കെടുത്ത് നടക്കാമെന്ന് അരുളിയ പറഞ്ഞ കർത്താവ് സൗഖ്യദായകനാണ് നമ്മുടെ കർത്താവ്. അവന്റെ കൃത്യങ്ങളെല്ലാം മോചിതന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ആമേ കർത്താവ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമാധാനം നൽകുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആമേ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് പൂർണ്ണമായ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാൻ നമ്മൾ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന് വിടുതൽ പ്രാപിച്ചതുപോലെ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ആമേ ഐക്യത്തിലായിട്ട് നടക്കുവാൻ സർവശക്തനായ ദൈവം അവിടെ നല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിയോട് അനുഗ്രഹിച്ചാണ്. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ദൈവമാനിക്കണം, അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. നമ്മുടെ സുരേന്ദ്രൻ മാസ്റ്റർ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ വെച്ച് BBS വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു BBS നടക്കുന്നു. നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക തലമുറകൾ ആ BBSനകത്തളങ്ങളിൽ കടന്നു വന്നു ദൈവത്തിന്റെ വചനങ്ങൾ പഠിക്കാനും അവരുടെ ജീവിതത്തിൽ അത് മാതൃകയായി മാറാനും വരും കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറേണ്ടതിനും നമുക്ക് ആ BBSനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷീജയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ പകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവൻ പോയോ? ഇവിടെ എന്നാ പോന്നെ? തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. തന്നെ ഓർത്ത് തന്റെ പൈതലുണ്ടായിരുന്നു, കടന്നുപോയി. ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോലി മേഖലകളിലൊക്കെ കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിന് അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ നിറഞ്ഞ ലോകത്തുകൂടാണ് കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നത്. അവരെ കർത്താവ് പരിപാലിക്കേണ്ടതിന് ദൂതന്മാർ മുൻപും പിൻപും അവർക്ക് കാവലായി നിൽക്കേണ്ടത് നമുക്ക് ആ കുഞ്ഞിനെ വഹിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെയും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ മോൻ ജെബി വെള്ളിയാഴ്ച ഇവിടുന്ന് ദുബൈക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു ഇരിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിലല്ല പോകുന്നത്. ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്താൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം നമ്മുടെയൊക്കെ തലമുറകൾ നന്മ പ്രാപിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 2-2.5 വർഷക്കാലം അവൻ സൗദിയിലായിരുന്നു. അവൻ അവിടെ അധ്വാനിച്ചതിൽ നിന്നൊരു പങ്ക് അവൻ ദൈവനാമത്തിന് വേണ്ടി ചെയ്യാനിടയായി തീർന്നു. കൺവെൻഷൻ നടത്തുവാൻ ദൈവദാസന്മാരെ മാനിക്കാൻ പ്രാർത്ഥനകൾക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ ഇതെല്ലാം നന്മകൾ കർത്താവ് അവന് കൂടി കർത്താവ് ചെയ്യാനിടയായി തീർന്നു. ഇനിയും അതിനേക്കാൾ ഉപരിയായ നിലവാരത്തിൽ തലമുറകൾ ദൈവനാമത്തിന് വേണ്ടി ഭൗതികമായ നന്മകൾ കൈയഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടതിന് അവർക്ക് നല്ല തൊഴിൽ, നല്ല ജോലി കർത്താവ് നൽകി കൊടുക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം കടന്നു പോകുമ്പോൾ ഒരു തടസ്സങ്ങളുമില്ലാതെ അവൻ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ തന്നെ ആ ദേശത്ത് ചില കമ്പനികൾ അവന് വേണ്ടി വാതിൽ തുറന്നു വെക്കേണ്ടതിന് ചില കമ്പനിയുടെ അധികാരികൾ അവരുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെടേണ്ടതിന് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കാണേണ്ടതിന് നമുക്ക് ഓർത്ത് ആ വിഷയത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. തുടർന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവത്തിന്റെ ദാസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഇന്ന് രാത്രികാലം ഉള്ള സമയം ഹല്ലേലൂയ, ദൈവവചനം ദൈവദാസൻ നമ്മളോട് സംസാരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം. രാത്രി കാലം
പ്രൈസ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് പല ആവശ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ മാറ്റിവെച്ചിട്ട് അല്പസമയം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും തലമുറകൾക്കും നമ്മുടെ ദേശത്തിനും വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുവാൻ ചെലവിടുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പ്രത്യേകകാല മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ആയുഷ്മത്തിലുള്ള പ്രാവശ്യവും കൂടെ കർത്താവ് നമുക്ക് അവസരങ്ങളെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ തിരുവചന ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്. അനേക വിഷയങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഞാനൊരു പ്രസംഗ വിഷയമായിട്ടൊന്നുമല്ല കടന്നു വന്നത്. ഇവിടെ കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ഔപചാരികമായി അല്പസമയം സംസാരിക്കണമെന്ന് എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ എന്നുള്ള സ്തോത്രം. നമ്മളെല്ലാവരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവമക്കളാണ്. നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാനും നമ്മൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ നമ്മെ പ്രത്യേകാൽ അഭിഷേകം ചെയ്യുവാൻ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. നാം ദിവസങ്ങളിലെ പ്രാർത്ഥന കൂടി ആയിരിക്കണം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മടങ്ങി വരുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതിൻ്റെതായിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഓരോ ദിവസം മുന്നോട്ട് കടന്നു പോകുമ്പോഴും വളരെ ശക്തിയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു ചെന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ച് അവൻ്റെ വരവെങ്കിൽ ഹല്ലേലൂയ എടുക്കപ്പെടുവാൻ അവൻ്റെ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം നമ്മൾ സമയത്തും അസമയത്തും ഒക്കെ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിനുള്ള സ്തോത്രം. നാം മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. കാരണം കാലാവസാനത്തിങ്കൽ ഹല്ലേലൂയ ദൈവം നടത്തുന്ന ഹല്ലേലൂയ ന്യായവിധിയെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ജലപ്രളയത്താൽ ഹല്ലേലൂയ ജനത്തെ നശിപ്പിച്ചതായിട്ട് നമുക്ക് ഹല്ലേലൂയ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിനുള്ള സ്തോത്രം. ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ ഹല്ലേലൂയ നോഹ പുറത്തേക്ക് വിടുവാനിടയായി. പ്രാവ് പോയിട്ട് കടന്നു വരുമ്പോൾ അതിന്റെ വായിൽ പച്ച ഒലിവില ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിനുള്ള സ്തോത്രം. ഹല്ലേലൂയ ആദാം ഹല്ലേലൂയ സ്തോത്രം ഹവ്വ ദമ്പതികളിൽ നിന്ന് ഹല്ലേലൂയ മനുഷ്യ പാരമ്പര്യം ഉണ്ടായി കടന്നു വരുമ്പോൾ നോഹയുടെ കാലത്തേക്ക് കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, എല്ലാത്തിന്റെയും അവസാനം എന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു, ജനം കഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചപ്പോൾ ഹല്ലേലൂയ അതുവരെയും മഴ ഉണ്ടായിരുന്നില്ല. ജലപ്രളയം കടന്നു വരുന്ന നോഹ മരുഭൂമിയിൽ ഹല്ലേലൂയ ജനത്തോട് ശക്തമായി ഹല്ലേലൂയ പ്രസംഗിച്ച് പറയുവാനിടയായി. ജലപ്രളയം കടന്നു വരുന്നു, മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് നോഹ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യൻ അത് അവഗണിച്ചുകൊണ്ട് അത് അംഗീകരിക്കാതെ മനുഷ്യൻ തന്റെ സ്വയസ്നേഹികളായി അവർ വമ്പ് പറയുന്നവരായി, യേശുക്കാരായി, ദൂഷകന്മാരായി, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി, ജേന്ദ്രന്മാരായി, യുദ്ധന്മാരായി, അങ്ങനെ ദൈവപ്രീതി ഇല്ലാത്തവരായി ലോകഭോഗങ്ങളുടെ വിലഞ്ഞോടി കൊണ്ടുപോയ അനേക സ്തോത്രം ഇടിമിടുക്കന്മാരും അനേക വിദ്യാസമ്പന്നന്മാരും ധനവാന്മാരും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ ആകാശത്തിന്റെ കിളിവാതിലുകളും ഭൂമിയുടെ ഉറവകളും തുറന്ന് 40 രാഗം 40 പകലും അങ്ങനെ ഭൂമിയിൽ മഴ പെയ്യിച്ചു, വെള്ളത്തിന്റെ ഉറവ കൂടുവാനിടയായി. അങ്ങനെ 40 രാഗം 40 പകലും വലിയ മഴയുണ്ടായി, ഭൂമിയിൽ ജലപ്രളയം നിറയുവാൻ ഇടയായി തീർന്നു നമ്മൾ വായിക്കുന്നു. വിടുവിടുക്കന്മാരും ശക്തന്മാരൊക്കെ ജലപ്രളയത്തിൽ നീന്തി രക്ഷപ്പെടുവാനും ആലയിലെ വലിയ ശിഖരങ്ങൾ മരത്തിന്റെ പുള്ളിൽ കയറിയൊക്കെ രക്ഷപ്പെടുവാൻ പലരും പല ഉപായങ്ങൾ നോക്കിയെങ്കിലും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആലയിലെ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നാം 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു,
എത്ര മല്ല് കെട്ടിയാലും സ്തോത്രം ചട്ടപ്രകാരം പോരാളിയിലെ കിരീടം പ്രാപിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം നോഹയെ തിരഞ്ഞെടുത്ത് അവൻ മരുഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ശക്തമായി അവൻ നിയമപ്രകാരം ചട്ടപ്രകാരം യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം യേശുക്രിസ്തുവിന്റെ അരുളപ്പാട് നിമിത്തം ലോക ശക്തമായി സംസാരിച്ച് ലോകയ്ക്കാണ് നീതിയായി കണക്കിടുവാനിടയായി ലോക രക്ഷപ്പെടുവാനിടയായി. ലോക രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് അവനുണ്ടാക്കിയ പെട്ടകത്തിൽ പ്രവേശിക്കുവാനും സ്തോത്രം 40-40-80 40 രാവും 40 പകലും മഴ പെയ്തു. അതിനുശേഷമായി 150 ദിവസം കഴിഞ്ഞ ശേഷമാണ് ജലപ്രളയം കുറയുവാനിടയായി. ജലപ്രളയം വെള്ളം കുറഞ്ഞ ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങി എന്ന് മനസ്സിലാക്കേണ്ടത് പ്രാവരമിട്ടപ്പോൾ പ്രാവിന്റെ ചുണ്ടിൽ പച്ച ഒലിവിള കാണുവാനിടയായി. എന്നെ ചിന്തിപ്പിച്ചത് ഈ 150 ദിവസം വെള്ളം കിടക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല മിടുമിടുക്കന്മാരും സകല യോദ്ധാക്കളും സകല യുവതി യുവാക്കളും സകല വൃദ്ധന്മാരും യൗവനക്കാരും സകല ചരാചരങ്ങളും സകല ജീവജാലങ്ങളും സകല സസ്യങ്ങളും എല്ലാം വെള്ളത്തിനടിയിൽ അഴുകി നശിച്ച് മരിച്ച് ചത്ത് അഴുകി ജലപ്രശ്നമിലെ ഓടി നടക്കുമ്പോൾ കുടുംബം പെട്ടകത്തിൽ ആയിരിക്കുന്ന സമയം ദൈവം അവരെ വിടിയിപ്പാൻ ഇടയായി തീർന്നു. അവർ ഭദ്രമായി പെട്ടകത്തിൽ ആയിരിക്കുമ്പോൾ സ്തോത്രം പ്രിയമുള്ളവരെ, പെട്ടകത്തിന് പുറത്തായിരുന്ന ജലപ്രളയത്തിന് അടിയിലായിരുന്ന ഭൂമിയിൽ വളർന്നു നിന്ന ഒലിവ് വൃക്ഷം ഒരു കേടും വരാതെ ആ ജലത്തിനുള്ളിൽ വെള്ളത്തിനടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു നമുക്ക് കാണുവാൻ കഴിയും. ജലപ്രളയത്തിൽ നോഹയെ വിടുവിച്ചതുപോലെ പറഞ്ഞതുപോലെ കർത്താവ് തീരുമാനമെടുത്തു. ഇനി ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഇടിയെ നശിപ്പിക്കാൻ പോകുന്ന മത്തായി സുവിശേഷത്തിൽ വായിച്ചതുപോലെ അവൻ തീയാൽ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. തീയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എങ്ങനെ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഇന്ന് ദൈവത്തിന്റെ ഭക്തന്മാര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടും ദൈവത്തിന്റെ വലിയ ന്യായവിധി ക്രോധാക്കിനിൽ നിന്ന് രക്ഷപ്പെടുവാൻ രക്ഷപ്പെടുവീൻ എന്ന് സ്തോത്രം ദൈവത്തിന്റെ ഭക്തന്മാര് സകല തെരുവ് കോണുകളിലും സകല ഭവനങ്ങളിലും സകല ഇടങ്ങളിലും ദൈവത്തിന്റെ ഭക്തന്മാരെ തന്നെ ദൂത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും ഇന്ന് പകൽക്കാലം നമ്മൾക്ക് മേലെ കവിഞ്ഞു ഒഴുകുന്ന തിരമാലകളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഒടുങ്കാറ്റ നടുവിൽ ദൈവം നമ്മെ ഇത്രമാത്രം ഭദ്രമായി പരിപാലിച്ചതുപോലെ അവൻ കടന്നു വരുവാൻ പോകുന്ന സമയത്ത് മഹാക്രോധ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് ഇന്ന് രാത്രി കാലം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അതിന് സിദ്ധാന്തമായി നമുക്ക് സുവിശേഷം പഠിക്കുമ്പോൾ ശത്രുക്കോമേശോകിനെ എരിയുന്ന തീച്ചുള്ളിലേക്ക് ഇടുവാനിടയായി. സ്തോത്രം. എരിയുന്ന തീച്ചുള്ളിലേക്ക് ശത്രുക്കോമേശോകും ബാലന്മാരെ എറിയുമ്പോൾ അവരുടെ ഒരുമിച്ച് അഗ്നിയിൽ ഇറങ്ങിയ ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരുവാൻ പോകുന്ന ക്രോധാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശത്രുക്കും മേശക്കും രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ സ്തോത്രം അവർ നെബൂഖദ്നേസറിന്റെ ബിംബത്തെ നമസ്കരിക്കാതെ അവർ നാസറേയനായിരിക്കുന്ന അവരുടെ യേശുക്രിസ്തുവിനെ അവരെ ആത്മാർത്ഥമായി ആരാധിച്ചത് കൊണ്ട് മാത്രമാണ് അഗ്നിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്നതും ഈ സന്ധ്യാമങ്ങളിൽ നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തെ സാക്ഷ്യം പറയുന്നതും ഒക്കെ കാരണം എന്ന് പറയുന്നത് വരുവാൻ പോകുന്ന ന്യായവിധിയുണ്ട്. സ്തോത്രം. ഇനി വെള്ളത്താലല്ല, ഇനി അഗ്നിയാലത്രേ ഭൂമിയെ നശിപ്പിക്കുവാൻ അവൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിനുടെ സ്തോത്രം. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശത്രുക്കോ രക്ഷപ്പെട്ടത് എങ്ങനെ? യേശുവിനെ നമസ്കരിച്ചതുകൊണ്ട്. അതുകൊണ്ട് രാത്രിക്കാലം വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തുവിനെ നമസ്കരിച്ചാൽ, യേശു ക്രിസ്തുവിനെ ആരാധിച്ചാൽ, അവങ്കിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തിയാൽ ക്രോധ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെയിൽ നൽകപ്പെട്ട നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ഈ
ഇന്ന് രാത്രി ഹല്ലേലൂയ ആ നാമത്തിൽ കടന്നു വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ 150 ദിവസം വെള്ളത്തിനടിയിലായിരുന്നിട്ടും ഹല്ലേലൂയ ഈ ഒലിവലയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ പരിപാലിച്ച ദൈവം, ഹല്ലേലൂയ, ഇന്നയോളം സഹായിച്ച ദൈവം. നമുക്ക് വിധമായ പ്രശ്നങ്ങളുണ്ടായി, ഹല്ലേലൂയ, പല തിരമാല നമ്മുടെ മേലെ കടന്നു വന്നു. യോന ദിവസം പഠിക്കുമ്പോൾ ഹല്ലേലൂയ കടൽപ്പായലുകൾ അവന് ഹല്ലേലൂയ സ്തോത്രം തലപ്പാവായി കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അവൻ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ഓടാമ്പലുകൾ ബന്ധിക്കപ്പെട്ടു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ 150 ദിവസം ഹല്ലേലൂയ ജലത്തിനടിയിൽ സകല സസ്യങ്ങളും അഴുകിപ്പോയപ്പോഴും അഴുകാതെ അതിനെ പരിപാലിച്ച ഒലിവൃക്ഷത്തെ പരിപാലിച്ച ദൈവമുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, അത് നോഹയെ ബലപ്പെടുത്തേണ്ടതാണ്, നോഹയുടെ വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടതിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് രാത്രികാലം പറയട്ടെ, ഹല്ലേലൂയ, നമ്മെ ഇന്നയോളം പരിപാലിച്ചു. ഹല്ലേലൂയ, അനേകരും ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നിര്യാണ പത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മരണ വാർത്തയിൽ അനേകരും ഹല്ലേലൂയ പടമായി മാറിയപ്പോൾ നമ്മെ ദൈവം ഇന്ന് നിർത്തിയത് എന്തിനാണ്? ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഒരു ഒലിവ് വൃക്ഷം പോലെ യാതൊരു വിഷമമില്ലാതെ സന്തോഷത്തോടെ നമ്മളുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ വേറൊരു മർമ്മമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാവെന്ന് ഹല്ലേലൂയ ഒലിവല ഹല്ലേലൂയ കൊത്തിക്കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയി ഹല്ലേലൂയ നോഹയുടെ കരങ്ങളിൽ ഏൽപ്പിപ്പാനിടയായി. ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥനായ കർത്താവ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് പുത്രനോട് ചോദിക്കും, ഹല്ലേലൂയ, പുത്രൻ ആത്മാവിനോട് ചോദിക്കും. ആത്മാവ് നമ്മെ വഴി നടത്തി ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ ഭൂമിയിൽ ഹല്ലേലൂയ തളർന്നു പോകാതെ വാടിപ്പോകാതെ ഒരു വൃക്ഷം പോലെ നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോടെ സ്തോത്രം. നമ്മുടെ അരുമനാഥൻ കടന്നു വന്ന് ഹല്ലേലൂയ നമ്മെ അവൻ സ്വീകരിച്ച് അംഗീകരിച്ച് ഹല്ലേലൂയ പിതാവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ നമുക്ക് മുന്നമേ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നമ്മളെ ആരാധിക്കുന്നത് അരുമനാഥൻ എന്നെ ഹല്ലേലൂയ കൊത്തിക്കൊണ്ടുപോകുവാൻ സമയവാസന്നമായിരിക്കുന്നു. അതുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് രോഗിയുടെ പെട്ടകത്തിലേക്ക് അവന്റെ കിളിവാതിൽ തുറന്ന് രോഗിയുടെ കയ്യിലേക്ക് ഹല്ലേലൂയ തളർന്നു പോകാതെ നശിച്ചു പോകാതെ ഹല്ലേലൂയ പച്ചയും പുഷ്ടിയും പ്രാപിച്ചുകൊണ്ട് ഒലിവതൈ കൊണ്ടുചെന്നതുപോലെ ഒലിവതൈ നമ്മെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചേർക്കപ്പെടുവാൻ നാം ഓടി ധ്വാനിച്ചു വെറുതെ ആയി പോവുകയില്ല. ഹല്ലേലൂയ, അങ്ങനെ നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ശത്രുക്കുമേശക്കവേദനയും പോലെ സ്തോത്രം. ഹല്ലേലൂയ, നാം യഹോവയായ ദൈവത്തെ നമസ്കരിച്ച് അവനെ ആരാധിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് തീമോഥെയോസിനോട് പൗലോസ് പറയുന്നത് പോലെ ചട്ടപ്രകാരം പോരാടണം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര മല്ല് കെട്ടിയാലും ഹല്ലേലൂയ ചട്ടപ്രകാരം പോരാടിയാൽ കിരീടം. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് ഈ നാളുകളിൽ ഹല്ലേലൂയ ചട്ടപ്രകാരം ഹല്ലേലൂയ ദൈവത്തിനായി നമുക്ക് പോരാടാം. ഹല്ലേലൂയ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചട്ടപ്രകാരം നമുക്ക് പോരാടാം. ഹല്ലേലൂയ, നമ്മുടെ ദേശത്തിന് വേണ്ടി അവന്റെ ചട്ടപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മുടെ കാര്യത്തിൽ മാംസമായ നമ്മുടെ പ്രിയപ്പെട്ട എത്ര യുവാക്കൾ മദ്യത്തിന് മയക്കുമരുന്ന് അടിമയായി മാറുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ചട്ടപ്രകാരം ഹല്ലേലൂയ ഒരു ജനത്തിനു വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം യോന കടന്നുപോയതുപോലെ ഹല്ലേലൂയ ദൈവം നമുക്ക് നിലവിൽ ശക്തമായ യോന പ്രസംഗിച്ചതുപോലെ ഹല്ലേലൂയ നമ്മുടെ ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദേശത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം ചെയ്ത് ചട്ടപ്രകാരം, നിയമപ്രകാരം, കൽപ്പന പ്രകാരം ഹല്ലേലൂയ അവന്റെ അടിസ്ഥാന ഉപദേശപ്രകാരം, അവന്റെ കൃപപ്രകാരം, അവന്റെ ആത്മാവ് നിറവോടെ ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ നോഹയെ പോലെ ലജ്ജിക്കാതെ ഹല്ലേലൂയ യഹോവയുടെ വചനം ഘോഷിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ നാളിൽ അഭിഷേകം പ്രാപിച്ചവരായി എഴുന്നേൽക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വരാൻ പോകുന്ന ക്രോധത്തിൽ രക്ഷപ്പെടുവാൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ 3 ബാലന്മാരെ പോലെ ഹല്ലേലൂയ നമ്മുടെ സ്തോത്രം. നമുക്ക് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ദൈവത്തോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ
ഹല്ലേലൂയ ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ അവന്റെ പല പ്രവൃത്തികളും നമ്മൾ അനുഭവിച്ച് ഹല്ലേലൂയ കടന്നു വന്നവരാണ്. അതുകൊണ്ട് നമുക്കിനി പുറകോട്ട് മാറുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മെ തകർക്കുവാൻ ദുഷ്ടൻ അലർന്ന സിംഹം എന്ന പോലെ ഹല്ലേലൂയ നമുക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ കോർത്തുകൊണ്ട് ദേശത്ത് ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ ആ മൂന്ന് മാരന്മാർ കരങ്ങളെ കോർത്ത് അഗ്നിയിൽ ഹല്ലേലൂയ കിടന്നതുപോലെ ഹല്ലേലൂയ നമുക്ക് ദേശത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ലഭിച്ചു. ഞാൻ കർത്താവിനെ ധാരാളമായി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ തുടർന്ന് പ്രത്യാശയോടെ മുന്നോട്ട് കടന്നു പോകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ ദേശം ഉണരുവാൻ ദയായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സമയം തന്നെ വിശ്വാസം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനമോ പാലിപ്പാതോർത്താലേ വേദന പച്ചപ്പോൾ ദിനമോ പാലിപ്പാതോർത്താലേ വേദന ആരാകേശുവെ മറന്നിരിക്കോ തന്റെ ഒന്നായി ഓർമ്മിച്ചിട സന്തോഷത്തോടെ ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വിശാലമോയുയർന്നു നടന്നു തകർന്നു തോന്നിയപ്പോ ജയം തന്ന
Hallelujah, hallelujah, hallelujah.
Hallelujah. Glory, 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 glory. Amen. Hallelujah. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ഈ മീറ്റിംഗ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. നമ്മൾ ഹല്ലേലൂയ ഇന്ന് സന്ധ്യാസമയം തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അവന്റെ കൃപ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ നമ്മുടെ ശരീരങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവൻ സന്തോഷം പകർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ സന്തോഷത്തോടെ ഹല്ലേലൂയ ദാവീദ് ആമേൻ തോട്ടിൽ ഇറങ്ങി അഭിഷേകത്തിന്റെ 5 കല്ലുകൾ പറക്കിക്കൊണ്ട് അവൻ തോട്ടിൽ നിന്ന് കയറി ആമേൻ യുദ്ധസ്ഥലത്തേക്ക് പോയതുപോലെ ഇത് രാത്രികാലം അഭിഷേകത്തിന്റെ ഒരു വലിയ സാന്നിധ്യത്തിൽ അകത്തളങ്ങളിൽ പ്രാപിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ, ഭവനത്തിന് നേരെ വെല്ലുവിളിക്കുന്ന, ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന, ഉയർച്ചയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന, നന്മയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന, ആരോഗ്യത്തിന് നേരെ വെല്ലുവിളിക്കുന്ന, ആമേൻ ഹല്ലേലൂയ, കാഴ്ചപ്പാടുകൾക്ക് നേരെ വെല്ലുവിളിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന, ഓ ഹല്ലേലൂയ, ദുഷ്ടന്റെ ആധിപത്യങ്ങളെ തകർത്ത് കളയാൻ ഇത് രാത്രികാലം ഒരു ദാവീദിനെ പോലെ അഭിഷേകത്തോടെ പോകാൻ രാത്രികാലം സ്വർഗ്ഗങ്ങളെ സഹായിച്ചതിനായി തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അപ്പച്ചൻ മുമ്പോട്ട് കടന്നു വന്നിപ്പോൾ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ മീറ്റിംഗ് അവസാനിപ്പിച്ചു.